20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. ചില റിജക്ഷനുകൾ, ചില നിരസിക്കലുകൾ, അത് എങ്ങനെയാണ് മറ്റുള്ളവർ ഉൾക്കൊള്ളുക എന്ന് പറയുക പ്രയാസകരമാണ്. ഒരു കാമുകൻ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് അവനെ വിളിച്ചു വരുത്തി ബംഗളൂരുവിൽ ആ സ്ത്രീ അവനെ കൊന്നുകളഞ്ഞത്. ഒരു സർപ്രൈസ് തരാനുണ്ട് എന്ന് പറഞ്ഞാണ് വീട്ടിൽ വിളിച്ചു വരുത്തിയത്. മറ്റൊരു സ്ത്രീ, അവൾ വിവാഹിതയാണ്. അവളുടെ വിവാഹാഭ്യർത്ഥന, അവളോട് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അത് നിരസിച്ചു. അതിന് പ്രതികാരം ചെയ്തത് അവളുടെ മകനെ കൊന്നാണ്. ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. ആ വാർത്തകളിലേക്കാണ് 20th അവർ ആദ്യം സ്വാഗതം ഒരുക്കുന്നത്. വീട്ടിൽ ആരുമില്ല, ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കാമുകന്റെ കൈയും കാലും കണ്ണും കെട്ടിയിട്ട ശേഷം പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. ബംഗളൂരുവിലെ അഞ്ജനാപുരിയിലാണ് കാമുകനെ ആ യുവതി ക്രൂരമായി കൊന്നുകളഞ്ഞത്. ഒരു ടെലികോം സ്റ്റോറിലെ ജീവനക്കാരിയാണ് അവൾ, പ്രേമ, 27 വയസ്സ്. അവളുടെ സഹപ്രവർത്തകനായിരുന്നു ഒപ്പം കാമുകനും തുമകൂരു സ്വദേശിയായിട്ടുള്ള കിരൺ. അവനും 27 വയസ്സാണ്. അവനെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തീ കൊളുത്തി കൊന്നത്. 1 വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു രണ്ടുപേരും. എന്നാൽ ഇക്കാലത്തായി ചില അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. ഈ നഗരത്തെ നടുക്കിയ യുവാവിന്റെ കൊലപാതകത്തിൽ അതിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വളരെ ആസൂത്രിതമായാണ് അവൾ കാമുകനായിട്ടുള്ള കിരണിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. അഞ്ജന നഗറിലുള്ള പ്രേമയുടെ വീട്ടിൽ വെച്ചാണ് നാടിനെ നടുക്കിയ കൊലപാതകം. 2 വർഷമായി ഇരുവരും അടുപ്പത്തിലാണ് എന്നാണ് വിവരം. എന്നാൽ അടുത്തിടെ പ്രേമയുടെ വിവാഹാഭ്യർത്ഥന കിരൺ നിരസിച്ചു. ഇതാണ് കൊലപാതകത്തിനുള്ള കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച പ്രേമ കിരണിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. വീട്ടുകാരെല്ലാം ജോലിക്ക് പോയ ശേഷമാണ് യുവതി അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ശ്രമിച്ചത്, വരാൻ ആവശ്യപ്പെട്ടത്. വീട്ടിൽ ആരുമില്ല, നീ വന്നാൽ നിനക്ക് ഞാനൊരു സർപ്രൈസ് തരാം എന്നും പറഞ്ഞാണ് പ്രേമ വിളിച്ചു വരുത്തുന്നത്. ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കഴിയുമെന്നുള്ള വാഗ്ദാനവുമുണ്ട്. അങ്ങനെ നെലമംഗലയിലേക്ക് പോവുകയായിരുന്ന കിരൺ നേരെ പ്രേമയുടെ വീട്ടിലേക്ക് വെച്ചടിച്ചു. വീട്ടിലെത്തിയ കിരണിനെ പ്രതി വളരെ തന്ത്രപൂർവ്വമാണ് കൈകാര്യം ചെയ്തത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള വ്യാജേനയാണ് കൈയും കാലും ഒക്കെ കെട്ടിയിട്ടത്. കണ്ണും മൂടിക്കെട്ടി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അവന്റെ ചോദ്യം. അപ്പോൾ അവളുടെ മറുപടി, ഇതെല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്സ് ശൈലിയാണ്, BDSM, അതിന്റെ ഭാഗമാണെന്നാണ് യുവതി അവനെ വിശ്വസിപ്പിച്ചത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ നേരത്തെ കരുതി വെച്ചിരുന്ന പെട്രോൾ ആ യുവാവിന്റെ ദേഹത്തേക്ക് ഒഴിച്ച് അവന് തീ കൊളുത്തി കൊല്ലുകയാണ് ഉണ്ടായത്. ആ യുവതിയുടെ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുകയും പുക ഉയരുന്നതും കണ്ടാണ് അയൽക്കാർ അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തി തീയണച്ചപ്പോഴേക്കും ആ യുവാവ് വെന്തു മരിച്ചിരുന്നു. ആ ബോയ് ഫ്രണ്ടായിട്ടുള്ള കിരൺ തന്റെ വീട്ടിലെത്തി തീ കൊളുത്തി ജീവനൊടുക്കി എന്നാണ് അവിടെ എത്തിയ പോലീസിനോട് ഈ പ്രേമ ആദ്യം മൊഴി നൽകിയത്. സംഭവം നടക്കുമ്പോൾ അവൾ കുളിക്കുകയായിരുന്നുവെന്നും നിലവിളി കേട്ടാണ് സംഭവം അറിഞ്ഞ് പുറത്തേക്ക് വന്നത് എന്നും അവൾ മൊഴി നൽകി. പക്ഷേ യുവതിയുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഈ പെട്രോൾ നേരത്തെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി. ഇതിനിടെ യുവതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച പോലീസ് അവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. ആ യുവാവിനെ തീ കൊളുത്തിയ ശേഷം അതിന്റെ ദൃശ്യങ്ങൾ ആ പ്രേമ എന്ന കാമുകി, ആ യുവതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു പൂർണ്ണമായും. യുവാവ് കൺമുന്നിൽ കത്തിച്ചാമ്പലാകുന്നതുവരെ അവൾ ആ ഫോണിൽ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു. ഇത് പോലീസ് കണ്ടെടുത്തോടുകൂടി അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഈ കിരണും ഈ പ്രേമിയും ഏതാണ്ട് 1.5 വർഷക്കാലമായി സുഹൃത്തുക്കളാണെന്നാണ് അവളുടെ സഹോദരൻ പോലീസിനോട് പറഞ്ഞത്.
ಸರ್ ನನ್ನ ತಂಗಿ ಇದ್ದು ಮನೆಯಲ್ಲಿ ನಾನು ಬೆಳಿಗ್ಗೆ ಬಂದೆ ಸ್ನಾನ ಮಾಡಿಕೊಂಡು ದೊಡ್ಡ ತಂಗಿ ಮನೆಗೆ ಹೋಗಿದ್ದೆ. ನನ್ನ ತಂಗಿ ಕೇಳಿದೆ ನಾನು ಡ್ಯೂಟಿಗೆ ಏನೋ ಹೋಗ್ತೀಯ ಅಂತ. ಸೆಕೆಂಡ್ ಶಿಫ್ಟ್ ಐತಣ್ಣ ಹೋಗ್ತೀನಿ ನಾನು ಆಮೇಲೆ ನನಗೆ ರೆಡಿ ಆಗಿಲ್ಲ ನನಗೆ ಅಂತ ಅಂದ್ಬಿಟ್ಟು ಸರಿ ಅಂದ್ಬಿಟ್ಟು ನಾನೇನು ಮಾಡಿದೆ ನನ್ನ ದೊಡ್ಡ ತಂಗಿ ಮಗು ಪಾಪು ನಾನು ನೋಡಾಗ 1 ವಾರ ಆಗಿತ್ತು. ನೋಡೋಣ ಅಂತ ನಾನು ಅವ್ರ ಮನೆಗೆ ಹೋಗಿದ್ದೆ. ಅಲ್ಲಿ ಹೋಗಿ 1 ಅವರ್ಗೆ ನಮ್ಮ ಓನರ್ ಆಂಟಿ ಫೋನ್ ಮಾಡಿದ್ರು. 1 ಅವರ್ 1.5 ಅವರ್ ಆಗಿತ್ತು. ನಮ್ಮ ಓನರ್ ಆಂಟಿಗೆ ಫೋನ್ ಮಾಡಿದ್ರು ನನ್ನ ದೊಡ್ಡ ತಂಗಿಗೆ, ಹೋಗಿ ಈ ಥರ ನಿಮ್ಮ ಮನೆ ಬೆಂಕಿ ಎತ್ಕೊಂಡು ಹೊಡಿತಾ ಇದೆ ಅಂತ ಅಂದ್ಬಿಟ್ಟು. ಅದೇ ಸೀದಾ ಅಲ್ಲಿಂದ ಬಂದು ನೋಡೋ ಸರ್ ಆಗಲಿ ಕೆಳಗಡೆ ಎಲ್ಲ ಜನ ಒಂದು 200 ಜನ 300 ಜನ ನಿಂತ್ಕೊಂಡಿದ್ದಾರೆ. ಅಲ್ಲಿಂದ ಬರೋವಾಗಲೇ ನೋಡಿದೆ ಬೆಂಕಿ ಎತ್ಕೊಂಡು ಹೊಡಿತಾ ಇತ್ತು. ಬಂದೆ ನೋಡಿದೆ ನನ್ನ ತಂಗಿ ಹೆಂಗೋ ಕೆಳಗಡೆ ಸೇವ್ ಆಗಿದ್ದಾರೆ ಅಂದರು 20 ಜನ. ಸರಿ ಆ ಹುಡುಗನ್ನ ಕಾಪಾಡೋಣ ಅಂತ ಅಂದ್ಬಿಟ್ಟು ನಾನು ಬಂದೆ. ಮೇಲ್ಗಡೆ ಮನೆಗೆ ಬಂದು ನೋಡಿದ್ರೆ ಏನು ಕಾಣ್ತಾಯಿಲ್ಲ, ಫುಲ್ಲು ಬ್ಲರ್ ಆಗಿತ್ತು. ಯಾರು ಹುಡುಗವನು ಯಾರು ಜೊತೆಲಿ ವರ್ಕ್ ಮಾಡೋ ಹುಡುಗ ಸರ್. 2 ವರ್ಷದಿಂದ 1 ವರ್ಷ 2 ವರ್ಷದಿಂದ ಒಂದೇ ಕಂಪ್ನಿಲ್ಲ, ಇಬ್ಬರೂ ಗುಡ್ ಫ್ರೆಂಡು ಕೆಲಸ ಮಾಡ್ಕೊಂಡಿದ್ರು. ಅಂದರೆ ಕಂಪ್ನಿ ಮ್ಯಾನೇಜರ್ಗಳು ಹೇಳೋರು ಸರ್ ಇವರಿಗೆ ಹೋಗಿ ಲಾಗಿನ್ ಮಾಡ್ಕೊಂಡು ಬನ್ನಿ ನೀವು ಅಂತಂದ್ಬಿಟ್ಟು ಹೋಗೋರು ಬರೋರು ಲಾಗಿನ್ ಎಲ್ಲ ಮಾಡ್ಕೊಂಡು ಬರೋರು ಈ ಥರ ವರ್ಕಲ್ಲಿ ಇದ್ದರು, ഫ്രണ്ട്ഷിപ്പല്ലിದ್ರು. ഈ കിരൺ തന്നെ അവഗണിക്കുന്നു എന്നതിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് യുവതി ഒടുവിൽ സമ്മതിച്ചു. കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നും യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയിച്ച യുവാവിന് ക്രൂരമർദ്ദനം, തലമുണ്ടനം ചെയ്ത് കഴുത്തിൽ ഷൂമാല അണിയിച്ച് അധിക്ഷേപം. മധ്യപ്രദേശിലെ വിദിശയിൽ നടന്ന സംഭവമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ആ യുവാവും തമ്മിലുള്ള പ്രണയബന്ധത്തെ ചൊല്ലിയാണ് ഈ സംഘർഷം മുഴുവൻ ഉണ്ടായത്. അതിക്രൂരമായിട്ടാണ് ആ യുവാവിനെ നാട്ടുകാരും വീട്ടുകാരും അവളുടെ വീട്ടുകാരൊക്കെ ചേർന്ന് മർദ്ദിച്ചത് എന്ന ദൃശ്യങ്ങളിൽ കാണാം. जीजी तो आड़ो वजह नहीं काट जो जीजी की भोसड़ी तारी बजा कर दे पाछे അതിക്രൂരമായിട്ടാണ് അവനെ ആ വീട്ടുകാരും ആ നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ചത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം. എത്ര പറഞ്ഞിട്ടും അത് കേൾക്കാൻ അവർ തയ്യാറുമല്ലായിരുന്നു. ആ മർദ്ദനശേഷം അവരുടെ ക്രൂരത തുടർന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ഇവൻ പ്രണയത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കണ്ടെത്തുന്നു. അപ്പോൾ പോലീസിനെ ഏൽപ്പിക്കാതെ അവരുടെ കിരാത നടപടികൾ തുടർന്നു എന്നുള്ളതാണ്. അവന്റെ മുഖത്തും ശരീരത്തിലും അവർ കരിപുരട്ടി. എന്നിട്ട് തല ബലം പിടിച്ച് മുണ്ടനം ചെയ്തു, ഷേവ് ചെയ്ത് കളഞ്ഞു, അതും പാതിയാക്കി. അങ്ങനെ കഴുത്തിൽ അതിനുശേഷം ഷൂ കൊണ്ടും ചെരുപ്പ് കൊണ്ടും ഒരു മാല അണിയിച്ച് ആ ഗ്രാമത്തിന് ചുറ്റും അവനെ നടത്തിക്കുകയും ചെയ്തു. छोड़ दे हाथ छोड़ कर आता जो कहीं अच्छा तो दे तोड़ को कर बन कर दे कालो मुंडो को कर दे बिलेट जरा बिलेट और काट देना नहीं है मशीनी पे अरे मैं तोराड़ी तारी जी छोड़ काटी जी मारा तोराड़ी अरे मारो सबरे मैं ये चुजर मारो मांडो बता दो छोड़ो और ट्रेन ने टाइम की लाउडी ने
അത്രമാത്രം ആളുകൾ ചുറ്റും കൂടി നിന്ന് മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഒന്നും മിണ്ടാൻ കഴിയാതെ അതെല്ലാം സഹിച്ച് അത് അവർ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തു. ആ ഗ്രാമവാസികളും കുടുംബാംഗങ്ങളും മുഴുവൻ സംഭവവും ഈ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. അത് പ്രചരിപ്പിക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങൾ വഴി. തിങ്കളാഴ്ച ഈ യുവാവും പെൺകുട്ടിയും പ്രണയബദ്ധരായി ഒരു പറമ്പിൽ ഇരിക്കവെയാണ് ഈ ഗ്രാമത്തിലുള്ളവർ അവിടെ എത്തുന്നത്. അവർ അങ്ങനെ അക്രമാസക്തരായി ബന്ധുക്കളെ വിളിച്ചു വരുത്തി. എന്നിട്ട് വടിയുപയോഗിച്ച് രണ്ടുപേരെയും മർദ്ദിച്ചു. രണ്ടുപേരുടെയും പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. ये अफेयर संबंधी विवाद बताया जा रहा है, जिसको लेके उसने छेड़छाड़ वगैरह की थी और उसी दौरान उसके परिजन पहुंच गए थे, तो उनके द्वारा उसको पकड़ा गया। उसके बाद फिर उनके साथ इन लोगों ने अभद्रता करी, तो विधिवत दोनों तरफ से जो धाराएं बनती थी तो पुलिस ने पंजीबद्ध किया, विवेचना में लिया। ആ യുവാവിനെ ചെരുപ്പുമാല അണിയിച്ച ഗ്രാമത്തിലൂടെ നടത്തുന്ന ദൃശ്യങ്ങൾ നിരവധി പേരാണ് ഫോണിൽ പകർത്തിയത്, പ്രചരിപ്പിച്ചത്. മാത്രമല്ല, ആ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് അവർ കൂകി വിളിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. എന്ത് തരം കിരാത ചിന്താഗതിയാണ് അത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ യുവാവിനെതിരെ നടനും പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. യുവാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധുക്കൾക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. എന്തായാലും പ്രചരിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് നടപടി തുടരുന്നത്. പതിനൊന്ന് വയസ്സുകാരനെ കഴുത്തറുത്ത് കൊന്ന് വീപ്പയിലടച്ചു. അയൽക്കാരന്റെ ക്രൂരത ആ കുട്ടിയുടെ അമ്മ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്. മധ്യപ്രദേശിലെ സത്നയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. കോൾഗവൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബാങ്ക് കോളനിയിലെ വാടക വീട്ടിൽ ഒറ്റക്കായിരുന്നു ആ പയ്യനുണ്ടായിരുന്നത്. ശിവരാജ് രജക് എന്ന 5ാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. വീട്ടുജോലിക്ക് പോകുന്ന ആളാണ് അവന്റെ അമ്മ ആശ. അച്ഛൻ മഹാരാഷ്ട്രയിൽ നാസിക്കിൽ ജോലി ചെയ്യുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 വീട്ടിലേക്ക് അമ്മ ആശ മടങ്ങിയെത്തുകയാണ്. അപ്പോൾ വാതിൽ പുറത്തു നിന്ന് താഴിട്ട നിലയിലാണ്. അകത്ത് പക്ഷേ ഫാനും കൂളറും ഒക്കെ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കാം. ശിവരാജിനെ മുട്ടി വിളിച്ചു, തിരിച്ച് മറുപടിയൊന്നുമില്ല. അങ്ങനെ പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു നീല വീപ്പയ്ക്കുള്ളിൽ കഴുത്തറുത്ത് കൊന്ന നിലയിൽ ആ കുഞ്ഞിനെ കാണുന്നത്. ചോരയിൽ കുളിച്ചു കിടന്ന ആ ശരീരം ഒരു തുണി കൊണ്ടിങ്ങനെ മൂടിയിട്ട നിലയിൽ ശേഷമാണ് ആ വീപ്പയിൽ തള്ളിയത്. കഴുത്തിൽ മുറിവുണ്ടാക്കിയെന്ന് കരുതുന്ന ഒരു അരിവാള് പോലുള്ള ഒരു ആയുധവും പോലീസ് കണ്ടെടുത്തു. 45-കാരനായിട്ടുള്ള മധുര രജക് എന്ന അലക്ക് തൊഴിലാളിയെ സംശയമുണ്ടെന്ന് അവന്റെ അമ്മ തന്നെയാണ്, ആ അമ്മ ആശ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. അയാളുടെ ലോണ്ടറി സ്ഥാപനം അത് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ആ സംശയം ബലപ്പെടുകയും ചെയ്തു. അതായത് കൊലപാതക ശേഷം അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ കണ്ടെത്തിയ പോലീസ് ഏതാണ്ട് രാത്രിയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തു. फरियादिया आशा रजक थाने पे आई थी और बताई थी कि उनका छोटा बेटा जो शिवराज और बादल है वो नहीं मिल रहा है, जिस पर तत्काल थाना कुलगांव से पुलिस मौके पे रवाना हुई थी और उनके द्वारा बताए गए जो संदिग्ध व्यक्ति है उसकी घर पे और दुकान पे जाकर तलाशी ली गई थी। वहाँ पे वो नहीं मिला था संदिग्ध। उसके बाद जब फरियादिया के घर जाके पुलिस पहुँची तो वहाँ पे देखे ताला लगा हुआ था, तो वहाँ पे फरियादिया के द्वारा और लोग आस पड़ोस के लोगों द्वारा ताला तोड़ा गया और जब अंदर जाके कमरे की तलाशी ली गई तो एक नीले रंग के ड्रम पे जो छोटा 11 वर्ष का बालक था शिवराज उर्फ बादल, उसकी डेड बॉडी मिली, जिस पर तत्काल थाना प्रभारी कुलगांव FSL टीम मौके पर पहुंची और वहाँ पे जो भी वैज्ञानिक साक्ष्य थे सभी को संकलित किया गया और करीब 5 टीमें TI कुलगांव के नेतृत्व में बनाई गई थी, जिसमें आरोपी की तलाश पताजादी हेतु जिस पर रात में एक लोकेशन मिली थी जिस पे टीम में दबी थी और
आरोपी मिल गया है। आरोपी मुतका ने अपने मेमोरेंडम में घटना कारित करना स्वीकार किया है और उसके द्वारा पूरी घटना बताई है, जिस पर आरोपी को गिरफ्तार किया जाकर आगे वैज्ञानिक साक्ष्य के अनुसार वैधानिक कार्रवाई की जाएगी। ഈ കുട്ടി 11 വയസ്സുകാരന്റെ അമ്മയെ വിവാഹം കഴിക്കാൻ പലവട്ടം ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, നിർബന്ധിച്ചിരുന്നു എന്നാണ് മൊഴി. അത് നിരസിച്ചതിലുള്ള പകയാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് നിഗമനം. അമ്മയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് അവന്റെ സഹോദരിയും സാക്ഷ്യപ്പെടുത്തി. इसका विवाद 10 साल से चल रहा है। पहले मम्मी से बात करता था, शादी के लिए बोल रहा, जबरदस्ती वो कर रहा। मम्मी नहीं करना चाह रही बात, वो जबरदस्ती कह रहा। मम्मी को धमकी देता है कि मैं मार डालूंगा बच्चों को, दे तो नहीं तो मेरे से शादी कर, और मम्मी नहीं करना चाह आज रही। किसने देखा ये घटना होते हुए? या घटना के बाद कौन पहुंचा पहले? पहले हम लोग आए, मम्मी और पुलिस वाले के साथ थे। तुम लोगों को कैसे पता चल गया? पुलिस वाले आए तो सारे घर वाला लगा हुआ था। किसने देखा है? वो सर आए थे, सर ने ताला तोड़वाया, फिर उसके बाद हम अंदर गए तो अंदर बिखरा हुआ बड़ा सा सामान। फिर मैं बोली लगता है इधर मारपीट हुई है। फिर उसके बाद मम्मी ने तकिया पे खून देखा है, तो खून देखने के बाद जब लौट के आई तो घर में ताला बंद था तुम्हारे? हाँ मम्मी आई है, पहले मैं नहीं थी घर पे। कब आई हुआ? मिला है हाँ ऐसा है? हाँ, किस चीज से हत्या किया उसने? हंसुली से गला काट दिया उसका। ആ കുട്ടിയെ കൊന്നുകളയുമെന്ന് പലവട്ടം അയാൾ ഭീഷണിപ്പെടുത്തിയെന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട്. കുട്ടിയുടെ ഭർത്താവുമായി, അതായത് ഈ കുട്ടിയുടെ അച്ഛനുമായി, ഒപ്പം ഈ അമ്മ ആശയുടെ ഭർത്താവുമായി ഇയാൾ നേരത്തെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഭാര്യയെ ശല്യപ്പെടുത്തുന്നത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആ വഴക്കുണ്ടാക്കൽ. അച്ഛൻ ആസിക്കിൽ ജോലിക്ക് പോയ തക്കം നോക്കിയാണ് അങ്ങനെ ആ കുഞ്ഞിനെ അയാൾ കൊന്നുകളഞ്ഞത്. ഈ ബ്ലൂ ഡ്രം കൊലപാതകം അത് മധ്യപ്രദേശിനെ, ഉത്തരേന്ത്യയെ പലവട്ടം ഞെട്ടിച്ചതാണ്. ആ നീലവീപ്പയിൽ മൃതദേഹം കണ്ടതിൻ്റെ ഞെട്ടലിലാണ് ആ നാട്ടിലെ ജനങ്ങൾ. പീഡിപ്പിച്ച ശേഷം മൊബൈൽ ചാർജർ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്റെ മകൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ന്യൂഡൽഹിയിലാണ് IRS ഉദ്യോഗസ്ഥന്റെ മകളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഡൽഹിയിലെ അമർ കോളനിയിൽ താമസിക്കുന്ന ഇൻകം ടാക്സ് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ 22 വയസ്സ് മാത്രം പ്രായമുള്ള മകളാണ് കൊല്ലപ്പെട്ടത്. ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം ആ പെൺകുട്ടിയെ ഒരു മൊബൈൽ ഫോണിന്റെ ചാർജറിന്റെ വയർ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ബുധനാഴ്ച രാവിലെ മാതാപിതാക്കൾ അവർ ജിമ്മിൽ പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നത്. പെൺകുട്ടി മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അവളിപ്പോൾ UPSC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മാതാപിതാക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രതിയെക്കുറിച്ച് ഏകദേശം സൂചന ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ വീട്ടിൽ തന്നെ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഒരു രാജസ്ഥാൻ സ്വദേശി, ആ യുവാവാണ്, അവനെയാണ് പോലീസ് സംശയിക്കുന്നത്. 19കാരനായിട്ടുള്ള രാഹുൽ മീണ, അവൻ പോലീസിന്റെ സംശയമുന്നിലുണ്ട്. ഇന്ന് പുലർച്ചെ അവൻ ആ പ്രദേശത്ത് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 മാസത്തോളം ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് രാഹുൽ മീണ എന്നുള്ള യുവാവ്. ഏതാണ്ട് 1.5 മാസം മുമ്പാണ് ചില തർക്കങ്ങളെ തുടർന്ന് അവനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞുവിടുന്നത്, ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത്. കൊലപാതകം നടത്താനുണ്ടായ കാരണം അതെന്താണെന്ന് വ്യക്തമല്ല. ഒരുപക്ഷേ മോഷണം ശ്രമം, ഒപ്പം അതിക്രമം, ഇത് രണ്ടുമാണ് പോലീസ് സംശയിക്കുന്നത്. നാടലും പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് സംഘം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. साथ मिलकर इन्होंने अपनी बेटी की गला दबाकर हत्या कर दी। ഏപ്രിൽ 13-നാണ്
ഈ സുഹൃത്തിനൊപ്പം ചേർന്ന് ഒരു കാർ വാടകയ്ക്കെടുത്ത് ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ കുട്ടിയും കൂട്ടി രാജസ്ഥാനിലേക്ക് അയാൾ പോയത്. ബാരാബങ്കിയിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ ഉറക്കത്തിലായിരുന്ന പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് അച്ഛൻ കൊന്നത്. പിന്നീട് ആരാണെന്ന് വ്യക്തമാകാതിരിക്കാൻ മുഖത്ത് ആസിഡൊഴിച്ചു വികൃതമാക്കി. അടുത്തുള്ള ഒരു ശാരദാ കനാലുണ്ട്, ആ മൃതദേഹം അവിടെ ഒഴുക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ഈ റോഡിലൂടെ വാഹനങ്ങൾ വന്നു തുടങ്ങിയതോടുകൂടി രണ്ടുപേരും പരിഭ്രാന്തരായി. അങ്ങനെ വഴിയരികിൽ തന്നെ ആ മൃതദേഹം ഉപേക്ഷിച്ച് അവർ മടങ്ങി. ഏപ്രിൽ 13-നാണ് വിജയകുമാർ മകളെ കൊല്ലുന്നത്. പിന്നീട് നാട്ടിലെത്തി മകളെ കാണാനില്ല എന്ന് ഏപ്രിൽ 16-ാം തീയതി ഒരു പരാതി നൽകുകയും ചെയ്തു. പക്ഷേ വിജയകുമാറിൻ്റെയും ഒപ്പം വന്ദനയുടെയും കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസിന് ഒരു കാര്യം വ്യക്തമായി: ഈ കൊലപാതകം നടത്തിയത് മറ്റാരുമല്ല, അവളുടെ അച്ഛൻ തന്നെയാണ്. തുന്നിതവന്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20 മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.